മുത്തുമണി സാ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടികളും പ്ലാന്റ്സുകളൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് നല്ല സെറ്റപ്പാക്കി ഞാൻ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയത് കാരണം നമുക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ടെങ്കിലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇന്നലെ ഇപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കും. ഞാൻ ഒന്നും കൂടി ഒന്ന് നമ്മളെ ആഗ്രഹം ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ടാകുമ്പോഴേ നമുക്കത് ചെയ്യാതിരിക്കാൻ കഴിയൂല. അതാണ് അവസ്ഥ. കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ തുടക്കത്തിലൊക്കെ കാണുന്ന ആളുകൾക്കറിയാം, പണ്ട് എനിക്ക് ഇതിനോട് ഭയങ്കര ക്രേസായിരുന്നു. ഈ കുരങ്ങ് ശല്യം കൂടിയത് കാരണമാണ് നമ്മൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ട് പോയത്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കും. ഇവിടെയൊക്കെ ഭയങ്കര സെറ്റപ്പിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ വെച്ച് സെറ്റാക്കി ഒരുപാട് നല്ല ലുക്കാക്കി ഞാൻ മാറ്റാറുണ്ട്. പക്ഷെ അവന്മാർ വന്നാണ്ട് വലിച്ചിടും, കേടെടുത്തും. ഇപ്പോൾ അതേപോലത്തെ ഓർക്കിഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൂവ് വരുന്ന സമയത്ത് ആ പൂവ് ഒന്നായിട്ട് മുറിച്ചിടും. അങ്ങനത്തെ ഒക്കെ ശല്യങ്ങൾ കാരണം ഞാനത് നിർത്തിയതായിരുന്നു ഈ പരിപാടി. പക്ഷെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്താൻ കഴിയുന്നില്ല, മനസ്സിലാണ് പോകുന്നില്ല. കാരണം നമ്മളൊരു ക്രൈസ് ഹോബി അതായതുകൊണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഞാൻ നമ്മളെ കണ്ണൂർ ഫ്ലവർ ഷോക്ക് പോയി. കണ്ണൂരിൽ നിന്നല്ല, ഫ്ലവർ ഷോ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോകും. കാരണം അത് കാണാൻ ഭയങ്കര രസമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അടക്കി വെച്ചേക്കുന്നത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നല്ല ഡിസൈൻ ചെയ്ത് നല്ല ഡയമണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം, അങ്ങനെ ഞാൻ പോകാറുണ്ട് എല്ലായിടത്തും. ഇതൊക്കെ നമ്മളെ ഫോളോവേഴ്സാണ് കേട്ടോ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട് മെസ്സേജ് അയക്കണേ, ഞങ്ങളെ ഇനി അറിഞ്ഞാണ്ട്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നമ്മളിപ്പോൾ ഇവരൊന്നും കാണില്ലല്ലോ. ഇത് എല്ലായിടത്തുനിന്നും അങ്ങനെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് നമ്മളെ അറിയാം. അപ്പോൾ നമ്മളെ അടുത്തേക്ക് വന്നാലാ നിങ്ങൾ നമ്മളെ ആളാണോ അല്ലേ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ അഡീനി ആയാലും ഓർക്കിഡ് ആയാലും എന്ത് പ്ലാന്റ്സ് ആയാലും ഇഷ്ടം പോലെ കളക്ഷൻസ് അവിടെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് എനിക്ക് എടുത്ത് കൊണ്ടുവരാൻ താല്പര്യം ഇല്ലാണ്ടല്ല, ഇവിടെ കൊണ്ടുവന്നാൽ കുരങ്ങന്മാർ നശിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങാതെ വന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വാങ്ങിയെന്ന് വെച്ചാൽ മതി. ഓർക്കിഡൊക്കെ കണ്ടാൽ ഇത് ലസീന ഓർക്കിഡാട്ടാ. ഇവരടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡാണ്, ഒരു രക്ഷയില്ല. കണ്ടിട്ട് കിളി പോയി. അജ്ജാതി എന്തോ ഒരു ലുക്കാണ് കാണാൻ. അപ്പോൾ ഈ കാണുന്ന സാധനം ഞാൻ വാങ്ങിയതാണ്. ഞാൻ മുമ്പ് അവരടുത്തൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്ലാന്റിൻ്റെ പ്രത്യേകത ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിക്കാരം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത കിടിലും പ്ലാന്റ്സുകളാണ് കംപ്ലീറ്റാണ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഓർക്കിഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളി ഓർക്കിഡുകളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡുകളാണ്. ഇതേപോലെ ഇങ്ങനെ നിൽക്കും. ഇതും വെച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ. ഇപ്പം എൻ്റെ വീട്ടിലെ അവസ്ഥ, പ്ലാന്റ്സുകളൊക്കെ കിടക്കുന്നത് അങ്ങനെയാണ്. ഇതിങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളർത്തിയിട്ടും അത് പിന്നെ പ്രൂൺ ചെയ്ത് സെറ്റാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ നല്ല ഓർക്കിഡ് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല സെറ്റപ്പിൽ തന്നെ ആയിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രശ്നം കാരണമാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനും ഇതിങ്ങനെ സെറ്റാക്കി എടുക്കാനും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, മഴക്കാലത്ത് റോട്ടുമ്മ കൂടെ മഴയത്ത് ഒലിച്ച് വന്ന മരത്തിൻ്റെ കുറ്റി എടുത്തിട്ടാണ് ഞാനിത് ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കണമെങ്കിൽ എത്ര പണിയുണ്ടെന്ന് ആലോചിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അതായിരുന്നു എൻ്റെ യഥാർത്ഥ ക്രൈസ് ഈ പ്ലാന്റ്സിനോടുള്ള. പക്ഷെ അതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഓർക്കിഡ്സാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ, ഫ്ലവറുകൾ. ഇതൊന്നും കൂടി രണ്ടാമത് ഹാങ് ചെയ്ത് ഒന്നും കൂടി പഴയ പോലെ തന്നെ ഒന്ന് തുടങ്ങാൻ പോവാണ് ഞാൻ. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പ്രൂൺ ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കണം. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ ഇട്ടിക്കുകയാണ്. കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ പണ്ട് നമ്മൾ വെച്ച ആ ഒരു പ്ലാന്റ്സ് കുരങ്ങന്മാർ കേട് വരുത്താത്ത ശല്യം, അവർ നശിപ്പിക്കാത്ത കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇനി ഒന്നും കൂടി ഒരു തിരക്കെന്ന് ഞാൻ തുടങ്ങാൻ പോവാണേ. ഇനിയിപ്പോൾ എന്താ ആവണമെന്ന് അറിയില്ല. ഞാൻ ഇപ്പം മിനിയാന്ന് ഞാൻ ഇതേപോലെ ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നഴ്സറികളൊക്കെ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നടന്നുകാണ്ട് ഇങ്ങനെ ആസ്വദിക്കും. ഇവിടെ അടുത്ത് ഞാൻ പോയപ്പം വോഗൻ ബില്ലാസിൻ്റെ ഒരു കളക്ഷൻ കണ്ട്. മോനെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് കുറേ നേരം അത് നോക്കി നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഇതിന് ക്രേസുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. അല്ലാത്തവർക്ക് ഈ പൊട്ടന് പിരാന്താന്നേ പറയുള്ളൂ, അത് വേറെ വിഷയം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ ആ ഓർക്കിഡ് കംപ്ലീറ്റ് ഒന്ന് ഹാങ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടേ. തൽക്കാലം അപ്പോൾ ഇത് മതി. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ വമ്പ നഷ്ടമാവും. അതാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലെ അവസ്ഥ. ആഗ്രഹം ഇല്ലേണ്ടല്ല, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ നടക്കൂല. അടിപൊളിയായിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകപ്പാടുള്ള പേടി ആ കുരങ്ങന്മാർ ജാതിയാൾ വന്ന് കാണുന്നത് എല്ലാം കൂടി തൂക്കിയെടുത്ത് എറിയോ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ സെറ്റാണേ, അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അടിപൊളി. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പണ്ട് ഒന്നും പറയാനില്ല, അങ്ങോട്ടൊന്നും ഇപ്പോൾ ഏതായാലും എത്തൂലപ്പോൾ. പിന്നെ അത് മാത്രമല്ല, പണ്ടൊക്കെ ഒരുപാട് ഗാർഡൻ ടൂറുകൾ വീഡിയോസുകളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നും ചെയ്യലില്ല. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ നല്ല അടിപൊളി കിടക്കാച്ചി ഗാർഡനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കേ.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.